നമസ്കാരം. സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് ശ്രീ PC ജോർജാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സഫലമായ യാത്രകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയായിരുന്നു? ഞാൻ കടന്നു വന്നു അത് ദൈവം തമ്പുരാനെ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല സത്യം പറയണ. കാരണം ഞാൻ ഒരിക്കലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ആഗ്രഹിച്ചു വന്നയാളല്ല. എങ്ങനെയോ ദൈവം എന്നെ വഴിതെറ്റി ഈ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ള സത്യം. ഞാൻ ജോറി സാറിനോടൊക്കെ വളരെയേറെ ബഹുമാനം ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ എൻ്റെ അച്ഛൻ ഒരു കേരള കോൺഗ്രസിൻ്റെ ഒരാളായിരുന്നു. കേരള കോൺഗ്രസ് ജോറി സാറിൻ്റെ ബന്ധമാണത് മുഴുവൻ. പിന്നെ സ്വാഭാവികമായിട്ട് മീനച്ചി താലൂക്ക് എന്ന നിലയിൽ കേരള കോൺഗ്രസുമായുള്ള ബന്ധം കൂടുതലായി വന്നു. അങ്ങനെ എറണാകുളത്ത് പഠിക്കാൻ ചെന്നു. എറണാകുളത്ത് പഠിക്കാൻ ചെന്നപ്പം സ്വാഭാവികമായി ദീപിക പത്രത്തോട് ആഭിമുഖ്യമുണ്ടായിരുന്നു. ദീപിക അവിടെ വലിച്ചു കയറുന്ന സംഭവമായി ബന്ധപ്പെട്ട് ഞാൻ തർക്കം ഉണ്ടാക്കി. കാരണം ദീപികയിൽ എൻ്റെ ബന്ധം എന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ട് കേരള കോൺഗ്രസ് അനുഭവമായിരിക്കാം, പക്ഷേ എൻ്റെ ബന്ധം ദീപികയിലെ കർലിവി എന്ന് പറയുന്ന കാർട്ടൂണാണ്. സത്യത്തിൽ വളരെ ചെറുപ്പത്തിലെ നമ്മളത് പഠിച്ചു വന്ന കൂട്ടി വായിക്കാൻ പഠിച്ചതുപോലെ കർലിവി വായിച്ച. അപ്പോൾ അതോടുകൂടി അവിടെ എറണാകുളത്ത് ഞാൻ പഠിക്കുന്ന തേവര കോളേജ് കേരള കോൺഗ്രസിൻ്റെ ഒരു യൂണിറ്റായി മാറിയത്. അങ്ങനെ കേരള കോൺഗ്രസിൻ്റെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അന്ന് തേവര കോളേജിൽ കേരള കോൺഗ്രസ് യൂണിറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് ഉത്തരവാദിത്വം വഹിച്ച ആൾ. അന്ന് സ്ഥാപക നേതാവ് KM ജോർജ് ആയിരുന്നു. ജോറി സാറിനോടുള്ള ബഹുമാനമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാലം കടന്നു പോയി. പിന്നെ കേരള കോൺഗ്രസ് ഒരു സജീവ പ്രവർത്തനം ആയിരുന്നു. ഞാൻ പക്ഷേ ഔദ്യോഗികമായി ഒരു സ്ഥാനവും വാങ്ങിയിരുന്നില്ല. ഇപ്പം ഞാൻ MLA ആകുന്ന 1980 ആദ്യമായിട്ട്. ആദ്യം അന്ന് ജോസഫ് മാണി തർക്കമുണ്ടായി. ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പുമായി മാറി. അപ്പം ജോസഫ് ഗ്രൂപ്പിൻ്റെ ആളായിട്ട് ഞാനായിരുന്നു ആ മേഖല ഉണ്ടായിരുന്നത്. അങ്ങനെ PJ ജോസഫിൻ്റെ ഒരു നിർബന്ധിക്കൽ കൂടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ പ്രസ്താവനമായി നോക്കിയാൽ അദ്ദേഹം തന്നെ നിർബന്ധമായി എന്നെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. 1980 പൂഞ്ഞാറ്റിൽ. അത് പൂഞ്ഞാറ്റിൽ. അങ്ങനെയാണ് അത് ജയിച്ചു. വലിയ അന്ന് ഒരു 1161 ഉടനെ ജയിച്ചത്. പക്ഷെ അന്നത്തെ മുന്നണി എൻ്റെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഞാൻ തോൽപ്പിച്ച നിലവിലിരുന്ന MLA ആണ്. അദ്ദേഹം 14,705 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നയാളാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ മുന്നണി ജോസഫും കരുണാകരനും മുസ്ലിം ലീഗും മാത്രമേ ഉള്ളൂ മുന്നണി. ബാക്കിയെല്ലാം ഇപ്പോഴത്തെ ഇടതുപക്ഷം പ്ലസ് മാണി ഗ്രൂപ്പ് പ്ലസ് ആന്റണി ഗ്രൂപ്പ് അത്രയും വലിയ മുന്നണി. അന്ന് മാണി സാറ് വളരെ ഒരു പ്രസ്താവന പറയുകയും ചെയ്തു, വളരും തോറും പിളരുകയും. അത് പിന്നീടാണ് പറഞ്ഞത്. ഈ ജോസഫ് ഗ്രൂപ്പ് പാർട്ടിയിൽ നിന്ന് പോയതിന് ശേഷമല്ല? അല്ല അത് പോയി കഴിഞ്ഞ് 84-85 കാലഘട്ടം കേരള കോൺഗ്രസ് ഒന്നിക്കുന്ന സാഹചര്യം. ഒന്നിക്കുന്ന യോഗം തിരുവനന്തപുരത്ത് BJT കാളി നടക്കും. ആ യോഗത്തിലാണ് മാണിസാർ പറഞ്ഞത് ജനം കൂടുതലായപ്പോൾ വളരും തോറും വളരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. പക്ഷെ അത് ഇപ്പം തിരുത്തി. ഇപ്പം മാണിസാർ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നില്ല. വളരും തോറും പിളരും എന്നും പറയുന്നത് പിളരും തോറും വളരും എന്നും പറയുന്നില്ല. അതെല്ലാം വിസ്മരിച്ചു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പാർട്ടി പിളർന്നപ്പോഴും PJ ജോസഫിൻ്റെ കൂടെയാണ് ഞാൻ നിന്നത്. വളരെ, കാരണം എന്ന് വെച്ചാൽ മാണി സാറിൻ്റെ കൂടെ അല്ല. പക്ഷേ പിന്നെ PJ ജോസഫുമായിട്ട് തെറ്റി കേരള കോൺഗ്രസ്സിന് ഒരു സെക്കുലറിസം ഉണ്ടാക്കി. അതായത് ഞാൻ ആദ്യം മുതലേ ഞാൻ ജനിച്ചു വളർന്നത് ഈരാറ്റുപേട്ട പഞ്ചായത്ത്. അതിൽ 98% ആളുകളും മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ്. ബാക്കി 2-2.5% ആകെ
ക്രിസ്ത്യാനി ഹിന്ദുക്കളും കൂടെ എല്ലാവരും ഉണ്ട്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം തമ്പി മെജോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി അവരുടെ കൂട്ടത്തിലാണ് വളർന്നു വന്നത്. സ്വാഭാവികമായി അവരുടെ ജീവിത രീതികളും ചര്യകളും കൂടുതൽ ബന്ധങ്ങൾ അവരുമായിട്ടാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ മാനസികമായി ഇങ്ങനെ ആയത്. അല്ല എന്താണ് എന്ന് ഒരു പ്രത്യേക കാര്യം പറയാം, മാനസികമായി ഇങ്ങനെയാണ് ഞാൻ. പക്ഷേ PJ ജോസഫുമായിട്ട് തെറ്റാനുണ്ടായ കാരണം എന്തായിരുന്നു? ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ ഞാൻ ഇനിയും പറഞ്ഞാൽ ഇനിയും ഞാൻ ജോസഫ് കൂടെ വളരാനുള്ള ഇടയ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ ജോസഫിനെ ദൈവത്തെ പോലാണ് കണ്ടിരുന്നത്. അത്രമാത്രം വലിയ ബന്ധവും അത്രമാത്രം സ്നേഹവും. ജോസഫ് പറയുന്ന വാക്ക് അതിനപ്പുറത്തേക്ക് മിണ്ടില്ലായിരുന്നു. അത് തന്നെ ജോസഫിനെതിരായിട്ട് പലരും നല്ല എൻ്റെ അടുത്ത് വന്ന് വർത്തമാനം ഞാൻ അവരെ ചീത്ത വിളിക്കും. അതുകൊണ്ട് പേടിച്ചിട്ട് ജോസഫിനെ പറ്റി ആരും എന്നോട് കുറ്റം പോലും പറയില്ല. അങ്ങനെയാണ് കേരള കോൺഗ്രസ് സെക്കുലർ എന്ന പാർട്ടി. ഞാൻ കേരള കോൺഗ്രസ് ഉണ്ട്. അപ്പം മാണി, ജോസഫ്, ജേക്കബ്, പിള്ള ഇതുപോലെ കേരള കോൺഗ്രസ് നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏത് പേരിടണം എന്നുള്ളതിനെ പറ്റി എനിക്ക് അതിനകത്തൊരു തർക്കമില്ലായിരുന്നു. കേരള കോൺഗ്രസ് സെക്കുലർ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല ഞാൻ നേതൃത്വം കൊടുത്ത കേരള കോൺഗ്രസ് സെക്കുലർ പാർട്ടിക്കകത്ത് എല്ലാ പാർട്ടിക്കും തുല്യമായ പ്രാതിനിധ്യം കൊടുത്തിരുന്നു. ജനറൽ സെക്രട്ടറിമാർ ഭാസ്കരപിള്ള, കാസൻകുട്ടി ഉൾപ്പെടെയുള്ളവരൊക്കെ ആയിരുന്നു. എല്ലാ സമുദായത്തിനും പ്രാതിനിധ്യം അത് വേണം. കേരളം പോലൊരു സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത് ശരിയില്ലെന്ന് എൻ്റെ അഭിപ്രായം. 2003 കേരള കോൺഗ്രസ് സെക്കുലർ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ കാരണം ഒരു ഇടഞ്ഞ കൊമ്പനെ പോലെ ഇടതുപക്ഷത്തും ഇല്ല വലതുപക്ഷത്തും ഇല്ലാതെ കുറേ നാളുണ്ടായിരുന്നു രാഷ്ട്രീയം. കുറേ നാളല്ല, കുറേയേറെ നാൾ പോയി. ഞാൻ റഫീഖിനോട് സത്യം പറയാം, ഈ രാഷ്ട്രീയമായ ബോണ്ടുകൾ സത്യം പറയാൻ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്, സത്യം പറയാം. പക്ഷെ അത് വേണം എന്ന് എല്ലാവരും പറഞ്ഞാലും ഒരു ശരി പറയാൻ കഴിയാത്ത സാഹചര്യം രാഷ്ട്രീയ ചട്ടക്കൂട്ടിലുണ്ടാവും. നമുക്ക് മനസാക്ഷിക്ക് 100% തെറ്റെന്ന് ബോധ്യമുള്ള കാര്യവും കണ്ടില്ല എന്ന് നടിച്ച് വായിൽ വെള്ളമൊഴിച്ച് മിണ്ടാതിരിക്കേണ്ട ഗതികേട് ഈ രാഷ്ട്രീയമായ ചട്ടക്കൂട്ടിലുണ്ട്. മാനസിക സംഘർഷമില്ലാതെ ഒരു ദിവസം ഒന്നും കടന്നു പോകണമേ എന്ന് എൻ്റെ പ്രാർത്ഥന, ദൈവത്തോടുള്ള പ്രാർത്ഥന.